അമേരിക്കയെയും ഇസ്രയേലിന്റെയും ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇറാന്റെ ഔദ്യോഗിക മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഉർദുൻ ജോർദാൻ എന്ന് എഴുതിയത് കാണാം. ഈ ഭാഗത്തുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ശക്തമായ ആക്രമണങ്ങൾക്കാണ് അമേരിക്ക തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ബേസിന്റെ ഒരു വ്യക്തമായ ചിത്രമാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ യുദ്ധവിമാനങ്ങളടക്കം ഏതെല്ലാം ഭാഗങ്ങളിൽ നിൽക്കുന്നു, അത്രയും കൃത്യമായ ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് വരെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്രയും വലിയൊരു യുദ്ധത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാന്റെ ചുറ്റുഭാഗങ്ങളിലും ഇപ്പോൾ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചുറ്റുഭാഗങ്ങളിലും അമേരിക്ക സൈനികമായി സജ്ജീകരിക്കുന്നു എന്നത് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യമൊന്നും അല്ല എന്ന്. ഇറാന്റെ ഓരോ ഭാഗങ്ങളിലുമായി അവരുടെ ലോങ് റേഞ്ച് യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ F-35 അതുപോലെ തന്നെ F-15 തുടങ്ങിയിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഇറാൻ എന്താണ് കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ജോർദാനിലുള്ള അമേരിക്കയുടെ താവളമാണിത്. യുദ്ധവിമാനങ്ങൾ F-35 യുദ്ധവിമാനങ്ങളാണ്. ഡ്രോണുകൾ അമേരിക്കയുടെ MQ റീപ്പർ ഡ്രോണുകളാണിത്. എന്നാൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ ഒരു വീഡിയോ പകർത്തിയത് എന്നത് അത്ഭുതമാണ്. ഒരുപക്ഷെ ഡ്രോണുകൾ ഉപയോഗിച്ച് പകർത്തിയതാകാനാണ് സാധ്യത. അത്രയും വ്യക്തമായ രീതിയിലാണ് ഈ വീഡിയോയിൽ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയിലൂടെ തന്നെ ഇറാന് ഏത് രീതിയിൽ അമേരിക്കയുടെ ബേസുകളെ ആക്രമിക്കാൻ പറ്റുമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ അമേരിക്കയുടെ എല്ലാ ബേസുകളെയും ഇപ്പോൾ ഇറാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിന്റെ ഒരു തീപ്പൊരി പാറിക്കഴിഞ്ഞാൽ ഈ മേഖലകളിലെല്ലാം ഇറാന്റെ മിസൈൽ മഴകളായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ഒരു വലിയ ആക്രമണത്തിന് തന്നെ അമേരിക്കയും ഇറാനും ഒരുപോലെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പ്രവിശ്യയിൽ വ്യാപിക്കുന്ന യുദ്ധമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അമേരിക്കക്ക് ഒരു പരിമിതമായ ആക്രമണം നടത്തി തിരിച്ചു പോകാനാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു പരിമിതമായ ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി വ്യാപകമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ എല്ലാ തലങ്ങളിൽ നിന്നും പ്രതിരോധം ആവശ്യമായി വരും. അതുമല്ലെങ്കിൽ അമേരിക്കയുടെ ആദ്യത്തെ ആക്രമണം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് വന്നുള്ള ഒരു ശക്തമായ ആക്രമണമായിരിക്കും അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു കാരണമാകാനും സാധ്യതയുണ്ട് ഇത്രയും കൂടുതൽ വലിയ സൈനിക സന്നാഹങ്ങൾ ഇവിടേക്ക് ഒരുക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം.